എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കീം 2025 എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സ്റ്റേ വേക്കൻസി അലോട്ട്മെന്റ്, ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള തേർഡ് അലോട്ട്മെന്റ്, അതുപോലെ ഫാർമസി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ടുകൾ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് ce.kerala.gov.in/keen2025/ എന്നുള്ള പേജിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം കീം 2025 കാൻഡിഡേറ്റ് പോർട്ടൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ അലോട്ട്മെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ആ ഒരു അലോട്ട്മെന്റ് ലിസ്റ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബിഫാം ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് PDF നിങ്ങൾക്ക് ഇതേപോലെ ഓപ്പൺ ആക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു PDF ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ബിഫാമിൻ്റെ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതായത് മുകളിൽ തന്നെ കൊടുത്തത് കാണാം, കീം 2025 അലോട്ട്മെൻറ്റ് ടു ബിഫാം കോഴ്സ്, അതുപോലെ തന്നെ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേരല്ല ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്ലിക്കേഷൻ നമ്പർ, റാങ്ക്, കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി, അതുപോലെ കോളേജ്, ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ തന്നെ കോഴ്സിൻ്റെ പേരെന്താണ്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ അലോട്ടഡ് കാറ്റഗറി ഏതാണെന്ന് കൊടുത്തത് കാണാൻ പറ്റും. ഇതിൽ SM എന്ന് കാണാം. SM എന്ന് വെച്ചാൽ സ്റ്റേറ്റ് മെറിറ്റാണ്. SMMU എന്നും അതുപോലെ SMSC എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഭാഗത്തിലുള്ള, അതായത് സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലെ റിസർവ് സീറ്റ് ഉണ്ട്, അതിലേക്കുള്ള റിസർവേഷൻസ് ആണ്. അതുപോലെ SMEZ ഉണ്ട്, അതുപോലെ തന്നെ FW എന്ന് വെച്ചാൽ ഫീസ് വേവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിഭാഗം സീറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ബിഫാമിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ്, റാങ്ക് അല്ല അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഇതേപോലെ നോക്കാവുന്നതാണ്. ഇനി എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ എഞ്ചിനീയറിംഗിൻ്റെ ഇതേ രീതിയിൽ സ്റ്റേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു PDF നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഇവിടെ ചില വിദ്യാർത്ഥികളുടേത്, അതായത് നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓർ എയ്ഡഡ് ആൻഡ് SSCT ഓൺലി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിസ്റ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലുമാണ് അഡ്മിഷൻ കിട്ടുക. അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ അഡ്മിഷൻ എന്ന് പറയുന്ന കോളേജുകൾ നേരിട്ടാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സ്റ്റേ വേക്കൻസി അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ അതത് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി ഗവൺമെൻറ് കോളേജിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾ കാണാം ആപ്ലിക്കേഷൻ നമ്പർ, റാങ്ക്, കോളേജ്, അതുപോലെ കോഴ്സിൻ്റെ പേര്, ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതുപോലെ അലോട്ടഡ് കാറ്റഗറി ഏതാണ്, അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ കാസ്റ്റ് കാറ്റഗറി എന്താണ്, അതുപോലെ തന്നെ റിമാർക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നല്ല, ആ ഒരു ഡീറ്റെയിൽസ് ആണിത്. അപ്പോൾ അഡ്മിറ്റഡ് സീറ്റ് റിട്ടൈൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് നിങ്ങൾ നേരത്തെ നേരത്തെ കിട്ടിയ സീറ്റ് അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് അഡ്മിറ്റഡ് സീറ്റ് റിട്ടൈൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചില വിദ്യാർത്ഥികളുടെ അലോട്ടഡ് ഇൻ ദിസ് ഫേസ്, അതായത് ആ ഒരു വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മാത്രമാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അഡ്മിറ്റഡ് സീറ്റ് റിട്ടൈൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു അഡ്മിഷൻ ഓൾറെഡി ഉള്ള സീറ്റ് തന്നെയാണ് അവിടെ ഉള്ളത് എന്നാണ്. അതുപോലെ തന്നെ അലോട്ടഡ് ഇൻ ദിസ് ഫേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഈ ഒരു അലോട്ട്മെൻറ്റ് ഘട്ടത്തിലാണ് കിട്ടിയിട്ടുള്ളത് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളത് നമുക്ക് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കീം 2025 അലോട്ട്മെൻറ്റ് ടു ആർക്കിടെക്ചർ കോഴ്സ് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സീരിയൽ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, റാങ്ക്, അതുപോലെ കാൻഡിഡേറ്റിൻ്റെ കാസ്റ്റ് കാറ്റഗറി എന്താണ്, അതുപോലെ തന്നെ കോളേജിൻ്റെ പേര്, നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയതെന്നാണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഏത് കോഴ്സിലാണ് കിട്ടിയത്, അലോട്ടഡ് കാറ്റഗറി ഏതാണ്, അതുപോലെ തന്നെ റിമാർക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ഇവിടെ നോ ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ചേഞ്ച് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചില വിദ്യാർത്ഥികളുടെ ഇതേ രീതിയിൽ കാണാം ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ ഫ്രഷ് അലോട്ട്മെൻറ്റ്. ഈ ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോൾ അലോട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയതായിരിക്കും. അതുകൊണ്ടാണ് ചേഞ്ച് ഓഫ് അലോട്ട്മെൻറ്റ് ഓർ ഫ്രഷ് അലോട്ട്മെൻറ്റ് എന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇതിൽ ഏത് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ എല്ലാ ലിസ്റ്റും നോക്കുക. നിങ്ങൾ ഓപ്ഷൻ വെച്ചതനുസരിച്ച് ആർക്കിടെക്ചറിൻ്റെ ഇതിലുണ്ടോ, അതുപോലെ എഞ്ചിനീയറിംഗിൻ്റെ ഇതിലുണ്ടോ, അതല്ലെങ്കിൽ ബിഫാമിൻ്റെ ഇതിലാണോ ഉള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ PDF വ്യൂവർ ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ PDF വ്യൂവർ ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ഓപ്പൺ ചെയ്യുക. അങ്ങനെയെങ്കിൽ PDF വ്യൂവറിലുള്ള ആ ഒരു സെർച്ച് ഓപ്ഷൻ, അതായത് PDF വ്യൂവർ ഇതുപോലെ സെർച്ച് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ ഇതിലുണ്ടോ എന്ന് നോക്കാവുന്നതാണ്.
ഇനി നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പേരല്ല ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നേരെ ഈ ഒരു ഹോം പേജിലേക്ക് വരിക. ഹോം പേജിലേക്ക് വന്ന ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ആക്സസ് കോഡ് കൊടുക്കുക. ആക്സസ് കോഡ് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ആണ്, അതാണ് ആക്സസ് കോഡ്. അത് കൃത്യമായിട്ട് കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ കാണാൻ പറ്റും. അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ കാണാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ് കാണാൻ വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു 2-3 കോപ്പി നിങ്ങളുടെ കയ്യിൽ എടുത്ത് വെക്കുക. അതായത് ഓരോ അലോട്ട്മെൻറ്റ് മെമ്മോയുടെയും ഒരു 3 കോപ്പി എടുത്ത് വെക്കുക, ഡാറ്റ ഷീറ്റിൻ്റെയും ഒരു 3 കോപ്പി എടുത്ത് വെക്കുക. അതിൽ ഒരു കോപ്പി ഓരോ കോപ്പി നിങ്ങൾ അഡ്മിഷനായിട്ട് ഉപയോഗിക്കാം. ബാക്കിയുള്ള കോപ്പി നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. കാരണം വല്ല സ്കോളർഷിപ്പോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഈ ഒരു രീതിയിൽ എക്സ്ട്രാ കോപ്പി എടുത്ത് വെക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോയുടെ കോപ്പിയൊന്നും പിന്നീട് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഫാർമസി കോഴ്സിലേക്കുള്ള 1ാം ഘട്ടം, ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 3ാം ഘട്ടം, എഞ്ചിനീയറിംഗ് കോഴ്സിലേക്കുള്ള സ്റ്റേ വേക്കൻസി, കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് എന്നിവ പ്രസിദ്ധീകരിച്ചു. 2025 ഫാർമസി കോഴ്സുകളിലേക്കുള്ള 1ാം ഘട്ടം, ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള 3ാം ഘട്ടം, എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള സ്റ്റേ വേക്കൻസി, കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് എന്നിവ ce.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ 30-ാം തീയതി, അത് 30/8/2025 വൈകുന്നേരം 3 മണിക്കുമായിട്ട് അതത് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അത് പ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥിയുടെ ഹോം പേജിൽ ലഭ്യമാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഹോം പേജിൽ നിന്നും ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ് വിദ്യാർത്ഥികൾ പിന്നീടുള്ള ആവശ്യങ്ങൾക്കായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ഹോം പേജിലെ ഡാറ്റ ഷീറ്റ് എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പ്രവേശനം നേടുന്ന സമയത്ത് ഡാറ്റ ഷീറ്റ്, അലോട്ട്മെൻറ്റ് മെമ്മോ എന്നിവയും പ്രോസ്പെക്ടസ് ക്ലോസ് 11.a.1 പ്രകാരം പറഞ്ഞിരിക്കുന്ന ബാധകമായിട്ടുള്ള രേഖകളും കോളേജ് അധികാരികൾക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ്. വിദ്യാർത്ഥിയുടെ പേര്, റോൾ നമ്പർ, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ്, കോളേജ്, അലോട്ട്മെൻറ്റ് ലഭിച്ച കാറ്റഗറി, ഫീസ് സംബന്ധിച്ച വിവരങ്ങൾ എന്നിവ വിദ്യാർത്ഥിയുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ളതും പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടതുമായിട്ടുള്ള ഫീസ് ബാധകമാണെങ്കിൽ 30/8/2025 ഉച്ചയ്ക്ക് 2 മണിക്കൂറിൽ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരം ഫീസ് അടച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് 30/8/2025 വൈകുന്നേരം 3 മണിക്കകം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. നിശ്ചിത സമയത്തിനുള്ളിൽ ഫീസ് അല്ലെങ്കിൽ അധിക തുക ബാധകമാണെങ്കിൽ അടച്ച് കോളേജിൽ അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അത് റദ്ദാകുന്നതാണ്, അതത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയിപ്പോൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിലാണ് ആ ഒരു കാര്യം വരുന്നത്. അതുപോലെ തന്നെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജുകളിൽ 30/8/2025 വൈകുന്നേരം 3 മണിക്കൂറിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഈ വർഷം നടത്തുന്ന അവസാന അലോട്ട്മെൻറ്റാണ്. ഈ ഒരു ഘട്ടത്തിലെ അലോട്ട്മെൻറ്റിന് ശേഷം സർക്കാർ എയ്ഡഡ് കോളേജിലെ ഒഴിവുള്ള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പ്രോസ്പെക്ടസിലെ വാദമായിട്ടുള്ള വ്യവസ്ഥകൾ അനുസരിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ സ്പോട്ട് അലോട്ട്മെൻറ്റ് മുഖേന നികത്തുന്നതായിരിക്കും. താൽക്കാലിക അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എറണാകുളം വെണ്ണല ലിസി കോളേജ് ഓഫ് ഫാർമസിയെ അന്തിമ അലോട്ട്മെൻറ്റിന് പരിഗണിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഓഗസ്റ്റ് 30-ാം തീയതി വൈകുന്നേരം 3 മണിക്കുള്ളിലായിട്ട് കോളേജുകളിൽ അഡ്മിഷൻ നേടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.